ഹലോ. അപ്പോൾ ഇന്നൊക്കെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു ബൊക്കറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടിയും ബൊക്കറ്റ് ട്യൂട്ടോറിയൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലർ അറിയണവരുണ്ടാവും ഇത് ചെയ്യാൻ, അറിയാത്തവരും കൂടി ഉണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഉള്ളത്. അറിയണവർ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവർ ഇത് കാണുക. അപ്പോൾ നമുക്ക് പൊക്കറ്റ് ഷീറ്റ് വേണം. ഏത് തരം പൊക്കറ്റ് ഷീറ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ടെർമോക്കോളാണ്. ടെർമോക്കോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതുപോലെ നിൽക്കണ എന്തെങ്കിലും വെച്ചാലും മതി. നമുക്കിത് ഫ്ലവർ അതിൽ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പിടുത്തം പോലെ വരാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 3 ടെർമോക്കോളും നല്ല ടാപ്പ് കൊണ്ടൊക്കെ നല്ലപോലെ സെക്യൂർ ആയിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അതൊന്ന് അനങ്ങാണ്ടിരിക്കൊണ്ടാണ് ടാപ്പ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഷീറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ട് വരെ നിങ്ങൾക്കത് എന്താ പറയുക ടാപ്പ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ ഇതാണ് എൻ്റെ അടുത്തുള്ളത്. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ വർക്കിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുക. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റബ്ബർ ബാൻഡ് ഉണ്ട് ആക്കിയാലും അതും മതി, രണ്ടും കൂടി നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ 5 എണ്ണം വെച്ചില്ലേ, 5 എണ്ണം നമ്മൾ നേരം പോലെ ഒന്ന് കൂട്ടി പിടിക്കാം. ഒരേ ഹൈറ്റല്ലേ അല്ലെങ്കിൽ ഒരേ നീളത്തിലല്ലേ എന്ന് നോക്കുക. അത് നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ടെർമോക്കോൾ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ക്യാമറ ഉള്ള കാര്യം മറക്കാണ്, അതാണ് മേലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ റെക്കോർഡ് ആക്കുമ്പോഴാണ് മനസ്സിലായത് എനിക്ക് കുറച്ച് മേലേക്കാണ് പിടിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 എണ്ണം ആദ്യം അറേഞ്ച് ചെയ്തിട്ട് പിന്നെ 2 എണ്ണം അറേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണം മേലെ അറേഞ്ച് ചെയ്ത് 2 എണ്ണം അടിയിക്ക് അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നിങ്ങനെയല്ല. അപ്പോൾ ഇഷ്ടംപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കുത്തി കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം നമ്മൾ ഒരു എന്താ പറയുക അപ്പോൾ വീഴുന്ന രീതിയിൽ കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും വീഴാം. അപ്പോൾ അത് നേരം പോലെ കുത്തി കൊടുക്കുക, അത് മറക്കരുത്. അങ്ങനെ നമ്മൾ എല്ലാം കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ബേബി ബർത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ സാധനമാണ്. ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ വിൽക്കാൻ ഇങ്ങനെ കിട്ടാറുണ്ട്, നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം സെക്യൂർ ചെയ്യുക. സെക്യൂർ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 എണ്ണം എടുത്ത് 2 പീസ് എടുത്തിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിക്കിൽ തന്നെ ഒന്ന് സെറ്റാക്കുക. പിന്നീട് ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊന്ന് കുത്തുക. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇനി അത് ചെയ്യണ്ട അല്ലെങ്കിൽ കസ്റ്റമറിന് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് കളയാം. ഓപ്ഷനല്ലാണ് കേട്ടോ, നിർബന്ധമുള്ള കാര്യമില്ല. ഇതൊന്ന് നമ്മളൊന്ന് എന്താ പറയുക കൊടുക്കുമ്പോൾ ഒന്ന് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതിനാണ് കേട്ടോ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ചെയ്യുക. അപ്പോൾ ഇതിനൊന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, ഈ 2 സ്റ്റിക്ക് എടുക്കുക. ഇത് ഒരു കെട്ടായിട്ടാണ് വരുന്നത്. ഇതിന് 35 റുപ്പീസ് ആയിട്ടാണ്. ചിലയിടത്ത് എത്ര 25 റുപ്പീസിനൊക്കെ കിട്ടും തോന്നുന്നു. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ ഒന്ന് നോക്കിയാൽ കിട്ടുമായിരിക്കും. എല്ലാ ഷോപ്പിലും ഉണ്ടാവാറുണ്ട് കേട്ടോ, ഫാൻസി ഷോപ്പിലൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് രണ്ടും നല്ലപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു റബ്ബർ ബാൻഡ് സ്റ്റിക്ക് ചെയ്യേണ്ട, ഇതുപോലെ തന്നെ ഒരു ടാപ്പ് കൊണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്യുക. പറ്റുവെച്ച് 2-3 വട്ടം ടാപ്പ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ചെയ്തോ, അതൊന്നും കൂടി സെക്യൂറായിട്ട് നിന്നോളും. അത് ചിലപ്പോൾ വീഴാനുള്ള സാധ്യത ഉണ്ട്. അതിനായിട്ട് നമ്മൾ നല്ലപോലെ സെക്യൂർ ചെയ്യണത്. എന്നിട്ട് ഒരു സ്റ്റിക്കുമ്പോൾ ആക്കുക, നമ്മൾ കുത്തി കൊടുക്കുക. കുത്തലാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ പറ്റും അതുപോലെ ഭംഗിയാക്കി കൊടുക്കുക. എന്നാലും നമുക്ക് നല്ല വർക്ക് കിട്ടുള്ളൂ. ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നമ്മൾ എടുക്കുന്ന വീഡിയോസിലാണ് നമുക്ക് വർക്ക് കിട്ടാനുള്ള കുറേ സാധ്യത ഉള്ളത്. അപ്പോൾ അത് എത്ര മനോഹരമാക്കാൻ കഴിയും അത്ര മനോഹരമാക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നല്ല രീതിയിലൊക്കെ നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആൾക്കാർ ഇത്ര മാത്രമേ കൊടുക്കണുള്ളൂ. അടുത്ത് നമുക്ക് വേണ്ടത് അറിയാലോ, ഷീറ്റാണ്. ബക്കറ്റ് ഷീറ്റാണ് നമുക്ക് വേണ്ടത്. ആ ബക്കറ്റ് ഷീറ്റ് നമുക്ക് അവരൊരു മടക്കിയിട്ടാണ് തരിക. ആ മടക്കൽ തന്നെ നമ്മൾ സെൻറ്ററിലായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യുക. കാരണം നമ്മളൊരു അത്യാവശ്യം ഒരു ചെറിയ ബക്കറ്റ് എന്നാൽ ഒന്ന് വലിയ ഒരു മിനിമൽ ബക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പകുതി മതി. നമ്മൾ എൻഗേജ്മെൻറ്റൊക്കെ ആണെങ്കിലാണ് ഫുൾ ഷീറ്റ് നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ആക്കാം. ഈ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇനിയും അതിൻ്റെ ബാക്കി ഒന്നും കൂടി കട്ട് ചെയ്യാം. അളവ് തെറ്റാതെ നോക്കണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ മടക്കേണ്ട ഒരു കാര്യം വരുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വൃത്തിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
അത് നമുക്ക് ആ തുമ്പ് കാരണം ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ ഇതിങ്ങനെ ചെയ്യാം, 2 മടക്കാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ആക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഒരു സെല്ലോ ടാപ്പും കൂടി ഒട്ടിക്കാം. അത് നീങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ആളെ സഹായത്തിന് വിളിച്ചാലും മതി, നമുക്കൊന്ന് പിടിക്കാൻ ഒന്നാക്കാൻ വേറെ സഹായം വിളിച്ചാൽ മതി. അതിനേക്കാൾ നല്ലത് ടാപ്പ് ഒട്ടിക്കലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടാപ്പ് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ടാപ്പ് കാണാത്ത കാരണമായിട്ട് കുറച്ച് ടാഗ് അടിക്കുന്നത്, സ്കിപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലവർ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അളവൊക്കെ ഒന്ന് നോക്കുക, ഇത് കറക്റ്റാണോ എന്നുള്ളതിലേക്കൊന്ന് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇനി മടക്കിയിട്ടാണ് അതിൻ്റെ സൈഡിൽ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് മടക്കുകയാണ്. അടുത്തത് ഇതുപോലെ തന്നെ മടക്കാണ് വേണ്ടത്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ 2 ഇതുപോലെ മടക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ 3 വെക്കണമെങ്കിൽ 3 വെക്കാം. അപ്പോൾ ഒന്നും കൂടി സൈസ് ഒന്നും കൂടും, അത് പ്രശ്നമില്ല. പിന്നെ വേറൊരു നമ്മൾ നേരത്തെ മുറിച്ചതിൻ്റെ ബാക്കി ബൊക്കറ്റ് ഷീറ്റാട്ടോ അത്. നമ്മൾ ഒരെണ്ണം മുറിച്ചില്ലേ പകുതി, അതിൻ്റെ മറ്റേ പകുതിയാണുള്ളത്, മറ്റേ ഹാഫാണുള്ളത്. ആ ഹാഫ് ഒന്നും കൂടി നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കാരണം ഈ സൈഡിലൊക്കെ നമ്മൾ ഈ നെറി പോലുള്ള ഒരു ഇങ്ങനെ കാണാറില്ലേ നമ്മളിങ്ങനെ, അങ്ങനത്തെ വരാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യണത്. അതും ഇത് പറഞ്ഞ പോലെ തന്നെ 2 മടക്കാക്കുക ഇനിയും, പിന്നെ 2 സെപ്പറേറ്റ് ആക്കുക. ഇങ്ങനെ നമ്മളൊന്നും കൂടി ഫോൾഡ് ചെയ്ത് വേണമെങ്കിൽ എനിക്ക് ഒന്നും കൂടി കട്ട് ചെയ്യാം. അല്ലെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വെച്ച പോലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് എടുത്തിട്ട് തന്നെ നമ്മൾ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അറ്റാച്ച്ഡ് ആ ഒരു ടാപ്പ് നമ്മൾ യൂസ് ചെയ്യുക. നല്ലപോലെ ടാപ്പ് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഈ ഭാഗത്ത് നിന്നിട്ടൊന്നും തെറ്റി നമുക്ക് രണ്ടാമത്തെ അഴിച്ച് പണിയാൻ തന്നെ ഉള്ളൂ. പക്ഷേ ടാപ്പ് ഇപ്പോൾ വേണമെങ്കിലും അഴിക്കുമ്പോൾ ആ ബൊക്കറ്റ് ഷീറ്റിന് ചെറിയൊരു എന്താ പറയുക സ്ക്രാച്ച് പോലെ വരും. അപ്പോൾ വൃത്തി പോവും അതിൻ്റെ. അപ്പോൾ നേരം പോലെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. പേടിക്കാന്നുള്ളതല്ല, നല്ല എളുപ്പം തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രണ്ടാമതും അതുപോലെ തന്നെ ചെയ്യുക. ഈ പ്രൊസീജിയറൊക്കെ ചെയ്യുമ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് ഒന്ന് പിടിക്കാനൊക്കെ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാം. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു ഭാഗത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് അത് ടാപ്പ് ഓൺ നല്ല ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, അത് ഈ ഭാഗത്ത് കൂടി ചുറ്റുക. അടുത്ത ഭാഗം എടുക്കുക, പിന്നീട് ചുറ്റുക. അതും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി സ്ട്രെങ്ത്തായിട്ട് നിൽക്കും, ഒരാളെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് രണ്ടാമത്തെ ബൊക്കറ്റ് ഷീറ്റാണ് ഞാൻ കട്ട് ചെയ്യണത്. അതും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യണം. അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നെയും ഇതുപോലെ തന്നെ ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് പിന്നെയും കട്ട് ചെയ്യുക. അതൊക്കെ പറഞ്ഞു തരുന്നത് മറക്കണ്ട വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായവർക്ക് ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ നെറിഞ്ഞെറി ഞാൻ ഇനിയും ആക്കുന്നുണ്ട്. കാരണം എത്ര നമ്മൾ ഈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ടോ അത്ര ഭംഗി ഉണ്ടാവും. നമുക്ക് ഈ മോഡൽ മാത്രമൊന്നുമല്ല കേട്ടോ, വേറെ മോഡൽ ചെയ്യുക. ഇപ്പോൾ അവർക്കൊന്ന് റെഫറൻസ് നോക്കിയിട്ടാണ്, കസ്റ്റമർ റെഫറൻസ് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ ഇങ്ങനെ ആക്കണം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വേറെ ബൊക്കറ്റ്സിൻ്റെ ട്യൂട്ടോറിയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഒന്ന് കണ്ടോ, ഇപ്പോൾ 2-3 വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് വേണ്ട അത്രത്തോളം വയ്ക്കാം. നിങ്ങൾ ലാഗ് അടുപ്പിക്കേണ്ട വെച്ചിട്ടാട്ടോ പകുതി മുക്കാലും ഇങ്ങനെ കുറച്ചൊക്കെ കാണിച്ചു തരാത്തത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ വെക്കണ്ട, ഒരു വട്ടം കാണിച്ചു തരാൻ നമുക്ക് അറിയാം. അതുപോലെ നമുക്കിങ്ങനെ വെച്ച് പോവാം. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അടിയുടെ സ്റ്റെപ്പാണ് ചെയ്യണത്. അതായത് നമ്മൾ നേരത്തെ ഇങ്ങനെ മടക്കിയില്ലേ, ആ മടക്കിയുടെ അടിയിൽ തന്നെ ഇനിയും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യണം. അത് സൈഡിൽ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ടാണ് അടിയിൽ ഞാൻ ഫോൾഡ് ചെയ്യാൻ പോണത്. അതുകൂടി ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓപ്ഷണലാണ്, നിർബന്ധമാണോ വെച്ചാൽ നിർബന്ധമാണ്. നമുക്കൊന്നും കൂടി ഭംഗി കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ. റബ്ബർ ബാൻഡ് ഇട്ടാലും മതി ലാസ്റ്റ്. പക്ഷേ ലാസ്റ്റ് അത് ഊരിപ്പോകാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി എപ്പോഴും ടാപ്പ് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ടാപ്പാണ് ഒന്നും കൂടി നല്ലത്. പിന്നെയാണ് നമ്മൾ ഇനി അടിയത്തെ കാര്യം ചെയ്യണത്. അതിന് മുന്നേ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യുക, വൃത്തിയിലല്ലേ നോക്കുക. കാരണം അടിയിൽ ഇത് കൂടി ചെയ്താൽ നമ്മുടെ കഴിയാൻ പോവുകയാണ് ഏകദേശം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുക, ജസ്റ്റ് വെച്ച് നോക്കുക കറക്റ്റ് അല്ലേ എന്ന് വെച്ച് നോക്കാം. നമുക്കൊന്ന് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ ഇവിടെ കുഴപ്പമില്ല എന്ന രീതിയിൽ തോന്നുകയാണ്.
അപ്പോൾ നമുക്ക് എന്താ ടാപ്പ് ചെയ്യണമെങ്കിൽ ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഞാനിപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക്. അപ്പോൾ നല്ല രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക, കാരണം ടാപ്പിങ് നല്ല നിർബന്ധമാണ്. നമ്മളിപ്പോൾ ഇവരിങ്ങനെ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവർ ലാസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിച്ചില്ലേ, മടക്കി ഫോൾഡ് ചെയ്ത് അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐ എം വെരി സോറി, കാരണം ഇത് ബാക്കിയുള്ളതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം തോന്നുന്നു വീഡിയോ റെക്കോർഡായിട്ടില്ല. അപ്പോൾ ഞാൻ ബാക്കി എളുപ്പമാണ്. ഇതുപോലെ നമ്മൾ എത്ര ചെയ്യാൻ കഴിയുമോ അത്ര നിങ്ങൾ ഫോൾഡ് ചെയ്ത്, നമുക്കിപ്പോൾ ഒരു ചെറിയ സ്പേസും കൂടി ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ കാണാൻ ആ ബൊക്കറ്റിൽ അപ്പോൾ ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് ഒരു റിബൺ കിട്ടുക. ഹാപ്പി ബർത്ത്ഡേ റിബൺ ആണെങ്കിൽ അത് കിടക്കുക, ജസ്റ്റ് ഫോർ യു ആണെങ്കിൽ അത് കിട്ടുക. അത് കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ചും കൂടി അത് നിർബന്ധമാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, അതിന് ഒന്നും കൂടി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത്തരം പറഞ്ഞത് കൂടി മനസ്സിലാവാണ്ടിരിക്കില്ലായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാവാത്തവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊന്നും കൂടി അതിൻ്റെ പകുതിക്കൽ നിന്ന് ചെയ്യാം അറിയാത്തവർക്കായിട്ട് കേട്ടോ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.